ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ മുന്നിൽ നിങ്ങളിപ്പോൾ കാണുന്നത് കിറ്റ്കാറ്റുകളാണ്. അപ്പോൾ ഇതും പാലും ഐസ്ക്രീമൊക്കെ കൂട്ടി അടിച്ച് നല്ല അടിപൊളി കിറ്റ്കാറ്റ് ഷേക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് മച്ചാന്മാരെ. അപ്പോൾ നമ്മൾ ഈ കിറ്റ്കാറ്റ് മൊത്തം നമുക്കിത് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കിറ്റ്കാറ്റ് പൊളിച്ചു, രണ്ടാമത്തെ പൊളിച്ചു. അപ്പോൾ നമ്മൾ കുറച്ചധികം കിറ്റ്കാറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ കുട്ടികളുണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ, അവർക്ക് കൊടുക്കണം, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്, പിന്നെ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അധികം കിറ്റ്കാറ്റ് വാങ്ങിച്ചത്. അപ്പോൾ അവരും കൂടി അറിയട്ടെ നമ്മളെ മിൽക്ഷേക്കിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ലാസ്റ്റത്തെ പേക്കും കൂടി നമ്മൾ പൊളിച്ചിടുകയാണ്. അപ്പം വെച്ചാൽ പറയുന്നത് നമ്മുടെ കിറ്റ്കാറ്റ് നമ്മൾ പേക്കിൽ നിന്ന് എടുത്തത് കവറൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കവർ കഴിച്ച ശേഷം നമുക്ക് നമ്മുടെ മിൽക്ഷേക്ക് ഉണ്ടാക്കുന്ന പരിപാടി അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പം മച്ചാന്മാരേത് നമ്മളെടുത്തായിട്ട് നമ്മുടെ കിറ്റ്കാറ്റ് പൊളിച്ചിട്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ കുറേ കിറ്റ്കാറ്റുകളുണ്ട്, ഞാൻ നമ്മുടെ മീനൂടെയും കൂടി കൂട്ടിയിട്ടുണ്ട്. മീനും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് കൂടുതൽ കിറ്റ്കാറ്റ് അരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. മീനു എങ്ങനെയുണ്ട്? സൂപ്പർ, അതാണ്. അങ്ങനെ നമ്മുടെ കിറ്റ്കാറ്റ് പൊളിക്കുന്ന പരിപാടി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു കാൽഭാഗം നമ്മൾ പൊളിച്ചു, ബാക്കി 3/4 ഭാഗം കൂടി നമുക്ക് പൊളിച്ച് തീർക്കാനുണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമ്മുടെ പരിപാടി തുടങ്ങണം. അതാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം. ഉണ്ടു സഖി ഒരു മുന്തിരി വാങ്ങിടുവാനായി എവിടെ കൊണ്ടുണ്ട്? ക്യാമറമാൻ കൊണ്ടുപോയി ഗൈസ്, ക്യാമറമാൻ കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ വേസ്റ്റ് മൊത്തം നമ്മളിതിൽ എടുക്കാൻ പോയി. നോക്കി എത്ര ഉണ്ടെന്നാ, ഇത് കുറേ ഉണ്ടല്ലോ. അപ്പം വെച്ചാൽ പറയതെ നമ്മുടെ മിക്സി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കിറ്റ്കാറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തായിരുന്നു നമ്മുടെ മിൽമ പാലാണ് നമ്മൾ എടുത്ത്, അതാണ് തണുപ്പിച്ച് കൊടുക്കാം. അമ്പൂലിൻ്റെ ടാസ നോക്കി പോയായിരുന്നു, പക്ഷേങ്കിൽ ടാസ അവിടെ സ്റ്റോക്കില്ലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മിൽമ പാൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. തണുപ്പിച്ചെടുത്ത പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം മച്ചന്മാരത്തെ നമ്മൾ ഓണാക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഐസ്ക്രീം ഇടാൻ മറന്നുപോയി. നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ച് വെച്ച് നമ്മുടെ ഈ ഒരു കിറ്റ്കാറ്റ് ഷേക്ക് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് മച്ചാന്മാരെ. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം മച്ചാൻ വരെ രണ്ടാമത്തെ റൗണ്ടിലേക്കുള്ള പാല് നമ്മൾ അടിച്ച് സെറ്റാക്കാൻ പോവാണ്. ഐസ്ക്രീം എടുക്കുകയാണ്. യെസ്.
അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഐസ്ക്രീമൊക്കെ ഇട്ട് തകർക്കാൻ പോവാണ്. അതെ എങ്ങനെയുണ്ട്? അപ്പോൾ അത് രണ്ടാമത്തെ റൗണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. മിനോ പിടിച്ച തേർഡ് റൗണ്ട് നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ടേസ്റ്റ് നോക്കണം, ആയിക്കില്ല. ആ മൂന്നാമത്തത് അപ്പോഴത്തെ മച്ചാന്മാരെ നമ്മുടെ ലാസ്റ്റിൻ്റെ അടിക്കലാണ്. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ച ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതാണ് അടുത്ത പരിപാടി. അപ്പം അത് നമ്മുടെ മിക്സിയുടെ മൂട് ഒഴിച്ച ശേഷം നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കേ, അപ്പം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നല്ല തണുപ്പ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, കാരണം വെയിലടിച്ചതുകൊണ്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയി ലിക്വിഡ് പരുവത്തിലാക്കിയിട്ടുണ്ട്. അതൊന്നുകൂടി ഒന്ന് കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്കിത്. അപ്പം മച്ചാൻ പറയുന്നത് നമ്മൾ ഷേക്ക് ഒഴിക്കാനുള്ള ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സിറപ്പൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം മച്ചാന്മാരെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കണം, ഒരു ഭംഗിക്ക് വേണ്ടി. വളരെ കുറച്ച് ഇട്ടുന്നുള്ളൂ. ഇനി മച്ചാന്മാരെ ഇതിൻ്റെ മുകളിൽ കുറച്ച് സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് സ്ട്രോ വെച്ച് കൊടുക്കണം. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ഷേക്കിൻ്റെ എല്ലാ പണിയും നമ്മളിവിടെ അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. അങ്ങനെ മച്ചാന്മാരെ ഷേക്കിൻ്റെ പരിപാടിയൊക്കെ നമ്മളിവിടെ തീർത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാൻ പോകണം. മിനു വാടാ, ബാ 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 ഒന്നെടുത്തോ. ഓക്കെ, ബാ ഇമ്മത് വാ. എങ്ങനെയുണ്ട്? കിട്ടുന്നില്ലേ? അത് താത്തി തിന്നോടി നോക്ക്. വലിച്ചോ ഇല്ലേ? ആ, സമയം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ആ അത്താണ് ഇമാദേ, ഇമാദ് വാ, ചേരിപ്പൊന്നും നോക്കണ്ട കാക്ക വാ. അടുത്തായിട്ട് ഇമാദ എടുക്കാൻ വന്നിട്ടുണ്ട്. ഇമാദ എടുത്തോ, രണ്ടും പിടിച്ചോ. എങ്ങനെയുണ്ട് കൊണുണ്ടോ? ആ അതാ പറയും. ആ വീഡിയോയിൽ അത് ബാക്കി കാണുമ്പോൾ ചിനോക്കാക്കാൻ അടിക്കുകയും വേണം അല്ലേ? ഉക്കോ വാ വാ, എന്നാ ഒന്ന് എടുക്ക്, ബാക്കിന് ടേസ്റ്റ് പറ. എങ്ങനെയുണ്ട് ഉക്കുവാ? നല്ല ടേസ്റ്റ് ഉണ്ട്.
നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ. ഷേക്ക് വേണോ? ബാ ഓരോരുത്തർ ഓരോന്ന് എടുത്താ. ബാ. ആ എനിക്കില്ല, ഇനി കുടിച്ചാൽ നാണിക്കൊന്നും വേണ്ട. ഇതെടുത്തോ. ഓക്കെ, കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. എങ്ങനെയുണ്ട് അനസേ? എങ്ങനെയുണ്ട് അനസേ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇതിന് വരുന്നതിനും എങ്ങനെയുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ടോ? നീയാ വേറല്ലേ? അതാണ് ടേസ്റ്റ് പറയണേ വരുന്നില്ലേ? ഒന്ന് ഇളക്ക് നീ ഇങ്ങനെ ആക്കുതാ. നോക്കട്ടെ വരുന്ന ഇൻഷാല്ലാ. എങ്ങനെയുണ്ട് രതീഷ? നല്ല ടേസ്റ്റ്